അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ മട്ടൻ ബിരിയാണിൻ്റെ റെസിപ്പി വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഇവിടെ ഇപ്പം ഞാൻ 1 കിലോ മട്ടനാണ് ബിരിയാണി ഉണ്ടാക്കുന്നുള്ളത്. അപ്പം 4 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല വലിയ ഉള്ളി ആയതുകൊണ്ടാണ് 4 എടുത്തത്. ചെറുതാണെങ്കിൽ നമുക്ക് 8 ഉള്ളി എടുക്കാം. ഇനിയിപ്പോൾ ഇതാ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 10 പച്ചമുളകെല്ലാം എരിവിൻ്റെ അനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പം ഞാനൊരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ബിരിയാണി ഉണ്ടാക്കുമ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് പണി ചെയ്യുന്ന സമയത്ത് ഈസിയാണ്. അപ്പം ഞാൻ അതിന് വേണ്ട ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അടുത്ത് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് പൈനാപ്പിൾ അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുനാരങ്ങ ആവശ്യമുണ്ട്, അതും കൂടിയുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊരട്ടിയും മുന്തിരിയും വേണം. അതും കൂടി ഞാനിപ്പം തന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചാൽ നമുക്ക് പണി ചെയ്യുമ്പോൾ എളുപ്പമാണ്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇവിടെ ഞാൻ കട്ട് ചെയ്ത 4 ഉള്ളിയും നല്ല എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബിരിസ്ത എന്നാണ് ഇതിന് പറയൽ. നമ്മൾ ഈ മെത്തേഡിൽ ബിരിയാണി വെച്ചാൽ എനിക്ക് ബാക്കിയുള്ള മെത്തേഡിൽ വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടിയ പോലെയാണ് തോന്നൽ. അപ്പം മട്ടൻ ബിരിയാണിയൊക്കെ വെക്കുമ്പം ഈ രീതിക്ക് വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നതാണ്. അപ്പോൾ ഇത് ഉള്ളി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നല്ല ചൂടായി വരുമ്പം ഉള്ളി ഇട്ട് കൊടുക്കുക. കുറേ ഉള്ളി ഉണ്ടെങ്കിൽ പാത്രം ചെറുതാണെങ്കിൽ 2 ബാച്ചായിട്ട് ചെയ്യേണ്ടതിൽ വരും. വലിയ പാത്രമാണെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ പൊരിച്ചെടുക്കണം. അപ്പോൾ എണ്ണ വേസ്റ്റായി പോകുമല്ലോ. അപ്പം കുറച്ച് 2 ബാച്ചായിട്ട് ചെയ്യലാണ് നല്ലത്. പിന്നെ ഉണ്ടല്ല, ഈ ഉള്ളി പൊരിക്കുമ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പം തന്നെ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കണം. ഉള്ളിൻ്റെ ചൂട് കൊണ്ട് തന്നെ അത് നല്ലൊരു കളറിലേക്ക് മാറി വരും. നമ്മൾ എണ്ണയിൽ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായാൽ ഈ ഉള്ളിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റാണ് വരുന്നത്. അപ്പം അതിട്ടിട്ട് ബിരിയാണി വെച്ചാൽ ബിരിയാണിക്കും ഒരു കയ്പ്പ് ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളിൻ്റെ ആ ഒരു പൊരിയുന്നത് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം പിന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ബിരിയാണീൻ്റെ ഏറ്റവും പിന്നെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഈ ഉള്ളി പൊരിക്കൽ. അതുകൊണ്ട് ഉള്ളി പൊരിക്കൽ എന്തായാലും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനിയിപ്പോൾ ഇതാ പൊരിച്ച ഉള്ളീനെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ അധികമില്ല എണ്ണയൊക്കെ വലിച്ചെടുത്തോളും. അപ്പോൾ ഉള്ളി നല്ല ക്രിസ്പി ആയിട്ട് വരും. നമ്മൾ കൈയോടെ തന്നെ ഒന്ന് പൊടിച്ചിട്ടാണ് മസാലയിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ബിരിയാണീൻ്റെ മെയിൻ പരിപാടി കഴിഞ്ഞ് ഉള്ളി പൊരിച്ചെടുക്കൽ. അപ്പം അത് കഴിഞ്ഞ് ഇനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കിയ മട്ടൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 കിലോ മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ വലിയൊരു പാത്രമാണ് മസാല ഉണ്ടാക്കാൻ എടുത്തത്. കാരണം ഇതിൽ തന്നെയാണ് ഞാൻ ദമ്മും കൂടി ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ പൊരിച്ച് വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈവച്ച് ഒന്ന് പൊടിച്ചിട്ട് വേണം, ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച 4 തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം.
പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പൊടികളിൽ മാറ്റം വരുത്താം. പിന്നെ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു ഹാഫ് ലെമണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതാ കൈവച്ച് തന്നെ നല്ലോണം മസാല മട്ടനിലേക്ക് തിരുമ്മി പിടിപ്പിക്കാം. നല്ല അടിപൊളി സ്മെല്ലാട്ടോ ഈ സമയത്ത്. ഇത് നമ്മൾ തിരുമ്മി പിടിപ്പിക്കുമ്പോൾ വരുന്നത് നമുക്കൊരു മസാല കുക്കായിട്ട് വരുന്ന ആ ഒരു മണം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ മസാലയ്ക്ക് നല്ലോണം തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഞാൻ കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പം ഇതിലേക്ക് 2 സ്പൂൺ നെയ്യും 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് മട്ടൻ വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ മട്ടൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ജീരകശാല അരിയാണ് എടുക്കുന്നത്. 5 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി വേണമെങ്കിൽ ജീരകശാല അരി തന്നെ എടുക്കണം. ജീരകശാല അരി ഇല്ലാത്തവർക്ക് ബസ്മതി റൈസും എടുക്കാം. പക്ഷേ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും. ബിരിയാണിക്കൊക്കെ നല്ലത് ജീരകശാല അരിയാണ്. ഇനിയിപ്പോൾ അരി നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. നല്ലോണം കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ അരി കുതിർത്ത് വെക്കണം. അപ്പോൾ ഇതാ അരി ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് എനിക്കൊരു പണി ചെയ്യണം. ഇവിടെ ഞാൻ എൻ്റെ മസാലയിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ആക്കുന്നുണ്ട്. പൈനാപ്പിളാണ്. പൈനാപ്പിൾ അരച്ചിട്ട് വേണം നമുക്ക് മസാലയിൽ ഇട്ട് കൊടുക്കാൻ. നല്ല വെറൈറ്റി സ്പെഷ്യൽ ടേസ്റ്റാട്ടോ ഈ പൈനാപ്പിൾ അരച്ചത് നമ്മൾ മസാലയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ പൈനാപ്പിൾ ഒരു ഹാഫ് പീസൊക്കെ എടുത്തിട്ട് ചെറിയ സ്ക്വയറാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു 10 കാഷ്യൂ എങ്കിലും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ടിതാ ഇത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചതിനെ നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ മട്ടനൊക്കെ കുക്കായി വന്നിട്ടുണ്ടാവും. ആ സമയത്താണ് നമ്മൾ ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ചേർത്തതിന് ശേഷം ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മട്ടനൊക്കെ വെന്തതിന് ശേഷം ഈ പൈനാപ്പിൾ അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് വരുന്നത്. ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ മസാല റെഡിയായി. ഇനിയിപ്പോൾ ചോറുണ്ടാക്കലാണ്. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയി നമ്മുടെ അരി കുതിരാൻ വെച്ചിട്ട്. ഇനിയിപ്പോൾ ഇതാ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ നെയ്യ് ഞാനിതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 സ്പൂണ് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് മാത്രമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 4 ഗ്രാമ്പു, 4 ഏലക്ക, ഒരു ചെറിയൊരു കഷ്ണം തക്കോലം, ഒരു ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഞാൻ അരി വറുത്തിട്ടാണ് ഇവിടെ ചോറ് വെക്കുന്നുള്ളത്. അപ്പോൾ ഇതാ അരിയൊക്കെ വറുത്തെടുക്കുന്നുണ്ട്. അരി വറുത്തിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അതിന് വരുന്നത്. അപ്പോൾ ഞാൻ അരി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അരി വറുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം.
അപ്പോൾ ഇതാ അരിയൊക്കെ നല്ലോണം വറുത്തെടുത്ത്, അപ്പോൾ കറിവേപ്പിലയും പിന്നെ അരിയൊക്കെ വറുത്തെടുക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഞാൻ അവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. 5 ഗ്ലാസ് അരിക്ക് 7 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ വെള്ളം തിളക്കാൻ വെച്ചത്. ഇനിയിപ്പോൾ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ നേരത്തെ പൊരിച്ച ഉള്ളിയിൽ നിന്ന് കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ദം ചെയ്യാൻ വേണ്ടിയിട്ട്, ദം ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ആ പൊരിച്ച ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തതിൻ്റെ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അരി വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ അരി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ വെള്ളം പെട്ടെന്ന് വറ്റിയിട്ട് അരി വേവാതെയാവും. വേവിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാതെ അരിൻ്റെ വേവ് ശരിയായില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും അരി ഇട്ടതിന് ശേഷം ഒന്ന് തിള വന്നാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അരി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ മസാല റെഡിയായി, നെയ്ച്ചോറ് റെഡിയായി. ഇനിയിപ്പം ദമ്മിടലാണ് അടുത്തത്. അപ്പോൾ ഇതാ ദം ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ മസാലയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് പിന്നെ ബാക്കി ചോറ് ഇട്ടിട്ട് അങ്ങനെ 2 ലെയറായിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം മസാല, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ഉള്ളിയില്ലേ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ ഞാൻ ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി പൈനാപ്പിൾ ചെറിയ കഷ്ണാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് രണ്ടാമത്തെ ലെയറിലേക്ക് വേണ്ടിയിട്ട് മസാല ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ആദ്യം ചെയ്തത് പോലെ തന്നെയുള്ള പ്രോസസ്സാണ്. അതിലേക്ക് ചോറിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷിന് വേണ്ട ഉള്ളിയും കാഷ്യൂവും കിസ്മിസും അതിട്ട് കൊടുക്കാം. എന്നിട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സാഫ്രോൺ ഉണ്ട്, അതും കൂടി ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാലിൽ കലക്കിയിട്ട് അങ്ങനെ ഒഴിക്കുകയൊന്നുമല്ല ചെയ്തത്. അങ്ങനെ സാഫ്രോൺ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നല്ല ടൈറ്റായ ഒരു മൂടി വെച്ചിട്ട് ദം ചെയ്തെടുക്കാം. സ്ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ ദം ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ എയർ പോകുന്ന ഈ ഭാഗം ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ടിഷ്യൂ വെച്ചിട്ട്. അത് അടച്ചിട്ട് വേണം ദം ചെയ്തെടുക്കാൻ. അപ്പോൾ ഉൾഭാഗത്തെല്ലാം നല്ലോണം ദമ്മായിട്ട് വരും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ദം ബിരിയാണി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.